എന്തായാലും ഇപ്പോൾ ഒരുപാട് വെളിപ്പെടുത്തലുകൾ വരുന്നു, ഒരുപാട് വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നു. താങ്കൾ ഈ പുതിയ വിവാദങ്ങളോടും ഈ വെളിപ്പെടുത്തലുകളോടും ഒക്കെ എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതികരണം? അത് അതായത് കല എന്ന് പറയുന്നതിന് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനെയും സൃഷ്ടിച്ചു എന്നുള്ളത്. അതിനകത്ത് സ്നേഹമുണ്ട്, പാട്ടുണ്ട്, നാടകമുണ്ട്, സിനിമയുണ്ട്. അവരില്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ആൾ ആബ്സെൻ്റ് ആണെങ്കിലോ ഇതൊക്കെ ഉണ്ടാവുമോ? ഇതുണ്ടാവില്ല. ഇതുണ്ടാവാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതിനകത്ത് ഇതൊരു കൾച്ചറൽ ഇഷ്യൂ ആണ്, അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഇഷ്യൂ അല്ല. ഈ കൾച്ചറൽ ഇഷ്യൂ എങ്ങനെയാണ് നമ്മൾ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. $1.5 കോടി കൊടുത്തിട്ട് അതുവരെ സിനിമ ചെയ്യാത്ത ആൾക്കാരെ സ്ക്രീൻ പ്ലേ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പം ഞങ്ങളൊക്കെ സിനിമ ചെയ്യുമ്പോൾ അതിൽ ഒരാൾക്ക് 8 ലക്ഷം രൂപ നമുക്ക് പ്രതിഫലം കൊടുത്തു, ഒരാൾക്ക് 5 ലക്ഷം രൂപ. ഏതെങ്കിലും ഒരു പുതിയ സിനിമ ആൾക്കാർക്ക് 8 ലക്ഷം രൂപ കിട്ടാറുണ്ടോ സിനിമ ഇൻഡസ്ട്രിയിൽ? അതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ മാത്രമല്ല, നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു കോച്ചാണ്, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊരു ഫുട്ബോൾ കോച്ച് പറയുമ്പോൾ അത് വേദനിക്കുന്നു എന്ന് പറയുമോ? അത് വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ സിനിമ എടുക്കാൻ അറിയാത്ത വ്യക്തികൾ പറയുന്ന വാക്കുകളായിട്ടാണ് ഞാൻ അതിനെ എടുക്കുന്നത്. അപ്പം കോച്ചെന്ന് പറയുന്നത് സിനിമ അറിയാവുന്ന ആൾക്കാർ അവിടെ ഉണ്ട്, സിനിമ ചെയ്തവരവിടെ ഉണ്ട്, അവരുടെ വാക്കുകൾ. ഞാനൊരു ചെയർമാൻ കൂടെയാണ്. ചെയർമാൻ്റെ ജോലി സിനിമ മാത്രം ഉണ്ടാക്കുകയല്ല, ഒരുപാട് ജോലി KSFDCയിലുണ്ട്. അതിൽ ഒരു 5% മാത്രമാണ് എനിക്കൊരു അഡ്വൈസ് കൊടുക്കാനായിട്ട്. മറ്റേ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഇത് നോക്കുന്നത്. അപ്പോൾ അവരുടെ വാക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടില്ല. പക്ഷേ അവർ ഫോക്കസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ഈ മിഡിൽ ക്ലാസ് സംസ്കാരത്തിൻ്റെ ഔന്നത്യമാണ്. സർക്കാർ സിനിമ കോൺക്ലേവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതെ. അപ്പോൾ പക്ഷേ അതിൻ്റെ നടത്തിപ്പിൽ കുറേ ആരോപണ വിധേയരായ മുകേഷ് അടക്കമുള്ള ആളുകളുണ്ട്. അവരെ മാറ്റി നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അത് സർക്കാരിൻ്റെ അടുത്ത് ഒരു തീരുമാനം അറിയാം. പക്ഷേ പ്രധാനമായിട്ടും ഈ കോൺക്ലേവ് എന്താണെന്ന് അവർക്ക് അറിയില്ല, പല ആൾക്കാർക്കും. ഇപ്പം ഇന്നത്തെ ഒരു പത്രത്തിലോ അല്ലെങ്കിൽ മനോരമയിലോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ ഏജൻസിയെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അവരെന്നോട് ചോദിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം അതൊരു ശരിയായിട്ടുള്ളൊരു പ്രവൃത്തിയല്ല. എന്നോട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മാനേജിങ് ഡയറക്ടർ പറഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ മീറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞു. ഒരു ഏജൻസി അല്ല ഏൽപ്പിച്ചിരിക്കുന്നത്. ഏജൻസി ഡേറ്റ കളക്ട് ചെയ്യാനാണ്. 1940 മുതൽ നമുക്ക് സിനിമയിൽ ഒരുപാട് ഏരിയകളുണ്ട്. ഒരു പ്രൊഡ്യൂസർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അയാൾ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഒരു നല്ല സക്സസ്ഫുള്ളായിട്ടുള്ള സിനിമയ്ക്ക് എത്ര ലാഭം കിട്ടിയെന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിലിം പോളിസിയുടെ ഭാഗമാണ്. പിന്നെ ഇത് സിനിമ ഒരു ഇൻ്റർനാഷണലാണ്. അപ്പോൾ സിനിമ ഇവിടുത്തെ ടെക്നീഷ്യൻസ് പുറത്തു പോയി വർക്ക് ചെയ്യണം, അവിടുത്തെ ടെക്നീഷ്യൻസ് നമ്മുടെ സിനിമയിൽ വരണം. അപ്പോൾ അവിടുത്തെ മ്യൂസിക് ഡയറക്ടർ നമുക്ക് വേണം, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അവർക്ക് വേണം. അപ്പോൾ ഈ ഫിലിം പോളിസി എന്ന് പറയുന്നത് ഒരുപാട് ഏരിയകൾ കവർ ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ സൂചിപ്പിക്കാം എങ്ങനെയാണത് കവർ ചെയ്യുന്നത് എന്നുള്ളത്. ഈ കെട്ടിടത്തിൽ ഒരു തിയേറ്റർ കെട്ടുകയാണെങ്കിൽ പണ്ടത്തെ പ്രൊജക്ടർ റൂമുണ്ട്, അത് ഹൈ ടെൻഷനാണ്, ഇന്ന് ആവശ്യമില്ല, അത് കമ്പ്യൂട്ടർ സപ്പോർട്ടഡാണ്. അപ്പം അതൊക്കെ നമ്മൾ ഇവരെ പറഞ്ഞ് 30,000 അതായത് വാട്സാണ് ഒരു മാസം കൊടുക്കുന്നത്. അപ്പോൾ അത് ഒക്കെ അവരുമായിട്ടൊക്കെ സംസാരിക്കണം. അപ്പം പല ഏരിയകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജർമ്മനിയിൽ നിന്നും സ്പെയിനിൽ നിന്നും ഒക്കെ ആൾക്കാരെ കൊണ്ടുവരുന്നു കോൺക്ലേവിൽ. സാർ, എൻ്റെ നടത്തിപ്പിലല്ല, എൻ്റെ നടത്തിപ്പിലെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം ആരോപണ വിധേയരാണ്, അവരെ മാറ്റി നിർത്തിയത് നടത്തുന്നത്. അത് സർക്കാരുമായിട്ട് നമ്മൾ ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അസോസിയേഷനുമായിട്ട് എല്ലാ അസോസിയേഷൻ WWC അടക്കം എല്ലാ അസോസിയേഷനുമായിട്ട് ഓരോ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ
മുകേഷ് അതിനകത്ത് അവിടെയും കാണുമായിരിക്കും. പക്ഷേ നമ്മുടെ ഇതിനെ പറ്റിയിട്ടുള്ള ഈ ചോദ്യം പ്രസക്തമാണ്. അത് നമ്മൾ സർക്കാരുമായിട്ട് ചോദിച്ചിട്ട് നമ്മുടെ ഡിസിഷൻ മുകേഷിനെ നിലനിർത്തണോ വേണ്ടോ എന്നുള്ള കാര്യം സർക്കാരുമായി ആലോചിക്കും. അതെ, അതിനുശേഷമേ അല്ലാതെ അതാ വേണോ. പക്ഷേ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളിലേക്ക്. അതിനകത്ത് ഈ പറഞ്ഞ മാതിരി വിമനുണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഈ പ്രൊഡ്യൂസേഴ്സിന് എല്ലാം അവരുടെ ഫണ്ടിങ് അതൊക്കെ ഡിജിറ്റലാക്കും, അത് ട്രാൻസ്പെറൻസി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രൊഡ്യൂസർ ഒരു മിഡിൽ മാൻ കൊണ്ടുവന്ന് നശിപ്പിക്കില്ല. അപ്പോൾ അതൊക്കെ ഞാനൊരു ക്ലാരിറ്റി ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സന്ദർഭങ്ങൾ നമ്മളുണ്ടാക്കും. അപ്പോൾ അതൊക്കെ കോൺക്ലേവ് എന്ന് പറയുന്നത് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് പിന്നീട് പോളിസിക്ക് ഒരു രൂപം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് മുകേഷിനെ നിലനിർത്തണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ സർക്കാരുമായി ആലോചിച്ച് തീരുമാനമെടുക്കും. ഒരു പുനരാലോചന ഉണ്ടാവുന്നത്. അതെ. അല്ല, പലരും ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 10-70 കൺട്രികളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സിനിമ മേക്കേഴ്സുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇൻഫർമേഷൻസൊക്കെ ഞാൻ കളക്ട് ചെയ്യില്ല. ഇന്നിപ്പോൾ ഓൺലൈനിലും ഒക്കെ അത് കളക്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അതൊരു നാഷണൽ ലെവലിനേക്കാൾ കൂടുതൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇൻറ്റൻഷനോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു പോളിസി ആയിരിക്കും. അത് അവസാനത്തെ കരട് അവിടെ അവതരിപ്പിക്കും. അവർക്ക് പറയാനുള്ളതൊക്കെ പറയും. ഇപ്പോൾ ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, മോഷൻ പിക്ചർ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഇന്ത്യ, ഇവരൊക്കെ അവിടെ അതിനെ റെപ്രസെൻ്റ് ചെയ്യും. അവർക്ക് പറയാനുണ്ടല്ലേ നാഷണൽ ലെവലിൽ, ഇല്ലേ? അപ്പോൾ അത് തന്നെ ഒരു വ്യക്തതയല്ലേ. അതെ, അതിനൊരു വേദി ഉണ്ടാക്കി കൊടുക്കും. ആ വേദി നമ്മൾ വളരെ വ്യക്തമായിട്ട് അവർക്ക് പറയാൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടു കൂടി പറയുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം.